നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 16-ാം തീയതി 1201 ആണ്ട് കുംഭമാസം 4-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അപ്പോൾ തിങ്കളാഴ്ച ശുഭദിനമാണ്. ശുഭനക്ഷത്രമാണ് തിരുവോണം. രണ്ടും കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് തിരുവോണ നക്ഷത്രവും തിങ്കളാഴ്ചയും. അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം അനുകൂലപ്രദമാണ്. എന്ത് ശുഭകാര്യങ്ങൾക്കും നമുക്ക് ഇന്നത്തെ ദിവസത്തെ എടുക്കാം. ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ഒരു ദിവസവും കൂടിയാണ്. അതുമാത്രമല്ല, കുംഭമാസത്തിലെ തിരുവോണ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്തു തരും. വളരെ സന്തോഷപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്തു തരും. പുരോഗതിയുടെ ഒരു വർഷത്തെ പ്രദാനം ചെയ്തു തരും. ഐശ്വര്യപ്രദമായ ഒരു വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്തു തരും. പുരോഗതിയുടെ ഒരു വർഷം ആയിരിക്കും. പ്രധാനമായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, കുടുംബത്തിൽ നിന്ന് ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ കുടുംബസമേതം വസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക്, മക്കളെ വിദേശത്തേക്ക് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് വെക്കാനോ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ അനുകൂലപ്രദമായ ഒരു സമയമാണ് നിങ്ങളുടെ ഈ ഒരു വർഷം. അതിനുവേണ്ടി പ്രയത്നിക്കുക. പൂർണ്ണമായത് വിജയത്തിലേക്ക് വരും. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും, ഇന്നത്തെ ദിവസം നല്ലതെന്ന് ഞാൻ പറഞ്ഞു, ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നത് നന്നായിരിക്കും. രാഹുകാലം 7:30 മണി മുതൽ 9 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 7:30 തുടങ്ങൂല. 8 മണി 15 മിനിറ്റിന് രാഹുകാലം ആരംഭിക്കുകയുള്ളൂ. 9 മണിക്ക് തീരുവില്ല. 9:43 തീരുവുള്ളൂ. ഒന്നുകിൽ നമുക്ക് രാഹുകാലം തീർന്നു എന്ന് പറഞ്ഞ് 9 മണിക്ക് ഇറങ്ങരുത്. 9:43 വരെ രാഹുകാലമുണ്ട്. 7:30 അയ്യോ രാഹുകാലം തുടങ്ങിപ്പോയി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട. 8:15 രാഹുകാലം തുടങ്ങുള്ളൂ. അതുകൊണ്ട് രാഹുകാല സമയം നോക്കിയായിരിക്കണം ഓരോ കാര്യം. നല്ലൊരു ദിവസത്തെ ഇല്ലാതാക്കി കളയരുത്. രണ്ടും കെട്ട സമയത്ത് രാവിലെ ഇറങ്ങുകയാണെങ്കിൽ നമ്മളെ ഇട്ടി ചുറ്റിക്ക് നല്ലതിന് പകരം കഷ്ടത ഉണ്ടാവും. അതുപോലെ ഗുളിക കാലസമയവും യമകണ്ഠ കാലസമയവും ഓരോ സമയവും നമുക്ക് നോക്കണം. അതിൽ ഗുളിക കാലസമയം വരുന്നത് 2 മണി 6 മിനിറ്റ് തൊട്ട് 3:34 വരെയും, യമകണ്ഠ കാലസമയം വരുന്നത് 11:11 തൊട്ട് 12:39 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് അഭിജിത്ത് മുഹൂർത്തം നോക്കി ഓരോ കാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. ഇന്ന് മുഹൂർത്തം ഉണ്ട്, എന്നാലും അഭിജിത്ത് മുഹൂർത്തം മുഹൂർത്തങ്ങളുടെ രാജാവാണ്. 12 മണി 15 മിനിറ്റ് തൊട്ട് തുടങ്ങും. 1 മണി 3 മിനിറ്റ് വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അതുപോലെ ഓരോ കാര്യത്തിന് തുനിയുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. വെളുത്ത വസ്ത്രം അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ളത്, വെളുത്ത മിക്സായിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ചന്ദ്രഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.